ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ സിങ്കിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു റാക്കാണ്, ഡ്രൈയിങ് റാക്ക്. അപ്പോൾ ഇത് ആമസോണിൽ നിന്ന് ഞങ്ങൾ ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. അപ്പോൾ അത് അസംബിൾ ചെയ്യുന്നതും അറേഞ്ച് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ചെറിയ കിച്ചനാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലം സേവ് ചെയ്യാം. ഇത് സിങ്കിൻ്റെ മുകളിൽ ഡയറക്റ്റ് അങ്ങോട്ട് വെച്ചാൽ മതി. ഇത് വന്നിട്ട് സ്റ്റോറേജ് ടവർ റാക്ക് ഷെൽഫ് എന്നാണ് പറയുന്നത്. 3 തട്ടുള്ളതും 4 തട്ടുള്ളതും ഉണ്ട്. ഞങ്ങൾ 3 തട്ടുള്ളതാണ് മേടിച്ചിട്ടുള്ളത്. ബാത്റൂമിൽ നമുക്ക് വെക്കാൻ പറ്റും, അതുപോലെ ബെഡ്റൂമിൽ യൂസ് ചെയ്യാം, അതുപോലെ കിച്ചണിൽ. വലിയ ബോട്ടിൽസൊക്കെ നമ്മൾ ഷെൽഫിനകത്ത് കൊള്ളില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മേടിച്ചാണ്. ഞങ്ങളുടെ ചെറിയ കിച്ചണാണ്, അതുപോലെ ഞങ്ങൾക്ക് കബോർഡ്സ് കുറവാണ്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തതിൻ്റെ 3-ാം ദിവസം തന്നെ സംഭവം കിട്ടി. 34 AED ആണ് ഇവിടുത്തെ UAE-യിലെ. 34 to 40 എന്തോ ഷിപ്പിംഗ് ചാർജ് എന്തോ സംതിങ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിന്ന് അസംബിൾ ചെയ്യുന്നത് എങ്ങനെയൊക്കെ നോക്കാം. ഇത് 3 തട്ടുള്ളതാണ്. അതുപോലെ 2 സൈഡിൽ വീല് വരുന്നുണ്ട്. പിന്നെ നമുക്കതിൻ്റെ സൈഡിലായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. പിന്നെ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ്, മെറ്റീരിയൽ പ്ലാസ്റ്റിക്കാണ്, പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഹെവി ആയിട്ടുള്ളതൊക്കെ വെക്കാൻ പറ്റും. പിന്നെ അത്യാവശ്യം ഹൈറ്റ് വരുന്നുണ്ട് ഓരോ റാക്കിൻ്റെ ഇടയിൽ. നമ്മളാദ്യം വീല് ഫിക്സ് ചെയ്യാൻ പോവാണ്. അസംബിൾ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് സ്ക്രൂ ചെയ്യേണ്ട അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നമ്മുടെ ബോട്ടം പാർട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ ഇതിങ്ങനെ മൂവ് ചെയ്ത് നമുക്ക് വലിച്ച് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് വേറെ 2 റാക്ക് വരുന്നത്. ജസ്റ്റ് അതിലേക്കൊന്ന് ഇറക്കി കൊടുത്താൽ മതി. ഇതിൻ്റെ അടിഭാഗത്ത് ഇടയിൽ കണ്ടോ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബോട്ടിൽസ്, ഹെവി ബോട്ടിൽസൊക്കെ താഴെ വെക്കാം. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ക്യാപ്പ് ഉണ്ട്. അത് ഇത്തിരി വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മുകളിലായിട്ട് ചെറിയൊരു ക്യാപ്പ് 2 സൈഡിൽ. അത്ര ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഷെൽഫ് റെഡിയായി. ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ട് 78 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ വിഡ്ത്ത് ഒരു 54 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ ഞാനിത് കിച്ചണിൽ കൊണ്ടുപോയി ഫില്ലാക്കി വെച്ചിട്ട് കാണിച്ചു തരാം. നോക്കൂ, ഞാനിതെൻ്റെ സ്റ്റവിൻ്റെ അടുത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. കാരണം ഞാനിതിൽ എണ്ണയുടെ കുപ്പികളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എടുക്കാൻ എളുപ്പത്തിന്. ഇനി പഞ്ചസാര, ചായപ്പൊടി, കോഫി അതെല്ലാം ഏറ്റവും മുകളിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ റാക്കട ഒഴിച്ചിട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ സ്റ്റവിൻ്റെ തൊട്ടടുത്തൊന്നും വെക്കരുത്, പ്ലാസ്റ്റിക്കാണ്, ഉരുകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക. അതുപോലെ ഇത് ഒരുപാട് സ്ഥലമൊന്നും വേണ്ട, നമ്മൾ വാളിനോട് ചേർത്ത് വെച്ചാൽ മതി. നമുക്ക് എങ്ങോട്ട് വേണിച്ചെങ്കിലും ഇത് ക്യാരി ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യാം. ഇനി ഇത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്പേസ് സേവ് ചെയ്യാനും കിച്ചൺ ഓർഗനൈസ് ചെയ്യാനും പറ്റിയ വേറൊരു സംഭവമാണ്. ഇതിന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിഷ് ഡ്രൈയിങ് റാക്ക് എന്നാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, ബ്ലാക്ക് കളർ, അതായത് ഒരു ബ്ലാക്ക് കോട്ടിങ് അതിൻ്റെ മേലെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര സ്റ്റെയിൻലെസ് ആണെങ്കിലും കുറേ കഴിയുമ്പോൾ തുരുമ്പ് പിടിക്കും, കാണാൻ വൃത്തികേടാവും. അപ്പോൾ ഇതങ്ങനെ ആവില്ല എന്ന് വിചാരിക്കണു. പിന്നെ ബ്ലാക്ക് ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതാ ഇതിൻ്റെ പാർട്സാണ്. ഇത് U ഷേപ്പിൽ വരുന്ന ഇതിൻ്റെ സ്റ്റാൻഡാണ്. ഇത് വന്നിട്ട് നമുക്ക് സ്പൂണെല്ലാം ഇട്ട് വെക്കാം, സൈഡിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ അതുപോലെ ഇത് വെജിറ്റബിൾ ഇട്ട് വെക്കാം അതിൽ, അല്ലെങ്കിൽ ഗ്ലാസ് വെക്കാം. പിന്നെ ഇത് നമ്മളെ കട്ടിംഗ് ബോർഡ് വെക്കുന്നതിൻ്റെ സ്റ്റാൻഡ്. ഇത് വന്നിട്ട് വേറൊരു റാക്ക്. അതുപോലെ ഇതാണ് പ്ലേറ്റ്സൊക്കെ വെക്കാനുള്ള റാക്ക്. ഇത് വന്നിട്ട് നമ്മൾ ചെറിയ ബൗൾസൊക്കെ വെക്കാനുള്ള ഒരു റാക്കും കൂടെ ഉണ്ട്. ഇത് നമ്മൾ അസംബിൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിന് സ്ക്രൂ ഉണ്ട്, അത് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ഫിറ്റായിട്ട് നമ്മൾ വെക്കണം. ഇനി മുകളിലും താഴെയുമായിട്ട് ഇതേപോലെ പാരലലായിട്ട് 2 കമ്പികൾ വരുന്നുണ്ട്.
താഴെ അതുപോലെ ഉണ്ട്. ഇതിന് മുകളിലാണ് നമ്മളിത് ഓരോന്നും ഇങ്ങനെ കൊളത്തി വെക്കുന്നത്. ഇതിൻ്റെ കൂടെ അത് സൈഡിൽ വെക്കാൻ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള ഹുക്കുണ്ട്. അതുപോലെ ബുഷ് ഉണ്ട്, നമ്മൾ താഴെ അതിങ്ങനെ സ്റ്റിക്കായിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഇരിക്കും. ഇതിൻ്റെ അടിഭാഗത്തായിട്ടാണ് നമ്മൾ ബുഷ് വെച്ച് കൊടുക്കേണ്ടത്. നമ്മൾ ഇവിടെ കാണുന്ന ഹുക്കിൽ ഫിറ്റ് ആവുന്ന രീതിയിൽ വേണം ഓരോ റാക്കും വെച്ച് കൊടുക്കാൻ. ഞങ്ങൾ ഫസ്റ്റ് ബൗൾസിൻ്റെ ഒക്കെ റാക്കാണ് വെച്ചത്, പിന്നീടാണ് പ്ലേറ്റ്സിൻ്റെ റാക്ക് വരുന്നത്. അതിന് ശേഷമാണ് നമ്മൾ വെജിറ്റബിൾസിൻ്റെ അല്ലെങ്കിൽ ഗ്ലാസ്സൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് റാക്ക് വെച്ചത്. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാം. ഏറ്റവും താഴ്ഭാഗത്ത് ഒരു ചെറിയ റാക്കുണ്ട്. പിന്നെ ഇത് സ്പൂണും അങ്ങനത്തെ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ള ഒരു റാക്ക് ഇത് സൈഡിലായിട്ട് വരുന്നുണ്ട്. ഇത് വന്നിട്ട് കട്ടിംഗ് ബോർഡ് ഹോൾഡറാണ്. ഇത് സൈഡിലോ അല്ലെങ്കിൽ ഇപ്പുറത്തോ വെക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ വ്യൂ. ഇതിൽ ഞങ്ങൾക്കൊരു സാധനം മിസ്സിങ് ആയിരുന്നു, നൈഫ് വെക്കാനായിട്ടുള്ളൊരു ഹോൾഡർ മിസ്സിങ് ആയിരുന്നു. അത് പ്രൈസ് വ്യത്യാസമുള്ളത് കൊണ്ട് ചിലപ്പോൾ പാർട്സ് കുറവായതാവാം. പിന്നെ ഇതുപോലത്തെ ഹുക്കുകളും ഉണ്ട്. ഒരു 5-6 പീസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇഷ്ടത്തിന് എവിടെ വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇതൊന്ന് അടുക്കളയിൽ കൊണ്ടുപോയി വെച്ച് ഒന്ന് ഫില്ലാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ അടുക്കളയുടെ വ്യൂ. അടുക്കളയിൽ ഇതുപോലെ സിങ്കിന് മുകളിലായിട്ട് വരും. ഞങ്ങളുടെ കുറച്ചുകൂടെ വലിയ സിങ്കായത് കാരണം കുറച്ച് ഭാഗം ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല, ആ ബുഷ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ സ്റ്റിക്കായിരിക്കുന്നുണ്ട്. അളകോ ഷേക്കിയോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സിങ്കിൻ്റെ സൈസ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യുക. അതുപോലെ നമ്മളെ പൈപ്പിൻ്റെ ഹൈറ്റും നമ്മൾ മെഷർ ചെയ്യണം. അപ്പോൾ ആ ഹൈറ്റിൻ്റെ മുകളിൽ നിൽക്കുന്ന ഹൈറ്റിലുള്ളത് മേടിക്കാവും. ഞാനിതവിടെ ബൗൾസ് വെച്ചിട്ടില്ല, അതിന് പകരം പ്ലേറ്റ്സ് വെച്ചു. പിന്നെ ഒരു റാക്ക് അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഡിഷ് വാഷ് ലിക്വിഡൊക്കെ ഇട്ട് വെക്കാം. പക്ഷേ എനിക്ക് ഓൾറെഡി അവിടെ ഒന്നുള്ളതുകൊണ്ട് ഞാനത് ചുമ്മാ അങ്ങനെ ഇട്ടിരിക്കുകയാണ്. പിന്നെ ഗ്ലാസ്സസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കുറച്ച് കപ്സും ഒക്കെ. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. Until then, bye bye.